നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരൂരിൽ മദ്യവേട്ട. 74.5 ലിറ്റർ വിദേശ മദ്യവുമായി തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. രഹസ്യ വിവരത്തെ തുടർന്ന് തിരൂർ എക്സൈസ് റേഞ്ച് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തമിഴ്നാട് കടലൂർ സ്വദേശി കുമരേശൻ അറസ്റ്റിലായത്. തൃക്കണ്ടിയൂർ മഹോത്സവത്തോടനുബന്ധിച്ച് സനാതന ധർമ്മവേദി ഏർപ്പെടുത്തിയ സരസ്വതി പുരസ്കാരം ഗായിക വൈക്കം വിജയലക്ഷ്മിക്ക്. തിരൂർ തുഞ്ചംപറമ്പിലെ വിദ്യാരംഭം ദിനാഘോഷത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച പുലർച്ചെ മുതൽ തിരൂർ നഗരത്തിൽ വാഹന ഗതാഗതത്തിന് നിയന്ത്രണമുണ്ടായിരിക്കുമെന്ന് തിരൂർ പോലീസ്. സംസ്ഥാന സീനിയർ ഫുട്ബോൾ ടൂർണമെന്റിൽ അണ്ടർ 19 വിഭാഗം മലപ്പുറം ജില്ലയ്ക്കായി മത്സരിച്ച് സ്വർണം നേടിയ നിറമരുത്തൂർ പഞ്ചായത്തിലെ പുതിയ കടപ്പുറത്തിന്റെ അഭിമാന താരം KP മുഹമ്മദ് ഷിനാസിനെ അനുമോദിച്ചു. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ ശീലുകൾ അരങ്ങുണർന്ന തുഞ്ചന്റെ മണ്ണിൽ പുതുതലമുറയ്ക്ക് നവ്യാവേശം. ആക്ഷേപഹാസ്യത്തിലൂടെ കുരുന്നു മനസ്സുകളിൽ ശുചിത്വബോധം എത്തിക്കുക എന്ന വേറിട്ടാശയവുമായി തിരൂർ പൊരൂർ ALP സ്കൂളിൽ അവതരിപ്പിക്കപ്പെട്ട ഓട്ടംതുള്ളലാണ് വിദ്യാർത്ഥികൾക്ക് പുതുപാഠമായത്. മംഗളം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ വാർഷികാഘോഷം ഉജ്ജ്വലം ചേന്നര VVUP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തിരൂരിൽ മദ്യവേട്ട. 74.5 ലിറ്റർ വിദേശ മദ്യവുമായി തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. രഹസ്യ വിവരത്തെ തുടർന്ന് തിരൂർ എക്സൈസ് റേഞ്ച് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തമിഴ്നാട് കടലൂർ സ്വദേശി കുമരേശൻ അറസ്റ്റിലായത്. രഹസ്യ വിവരത്തെ തുടർന്നാണ് തിരൂർ എക്സൈസ് റേഞ്ച് വിഭാഗം നടത്തിയ പരിശോധനയിൽ 74.5 ലിറ്റർ വിദേശ മദ്യവുമായി തമിഴ്നാട് സ്വദേശി അറസ്റ്റിലായത്. പയ്യനങ്ങാടി അണ്ണാനഗർ ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരുന്ന തമിഴ്നാട് കടലൂർ സ്വദേശി കുമരേശനാണ് അറസ്റ്റിലായത്. 1 മാസം മുൻപാണ് ഇയാൾ ഇവിടെ താമസമാക്കിയത്. ബുധനാഴ്ച രാവിലെ 9:30 ഇയാൾ അറസ്റ്റിലായത്. വിദേശമദ്യം വാങ്ങുന്നതിനായി രാത്രി സമയങ്ങളിൽ നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് തിരൂർ റേഞ്ച് ഇൻസ്പെക്ടർ P. കാർത്തികേയന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ P. ബിജു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ MK ഷിജിത്ത്, K. മുഹമ്മദ് അലി, TS ദീപു, TK ശരത്, K. സ്മിത എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വെട്ടൻ ന്യൂസ്, തിരൂർ. തൃക്കണ്ടിയൂർ മഹോത്സവത്തോടനുബന്ധിച്ച് സനാതന ധർമ്മവേദി ഏർപ്പെടുത്തിയ സരസ്വതി പുരസ്കാരം ഗായിക വൈക്കം വിജയലക്ഷ്മിക്ക് അഡ്വക്കേറ്റ് C. നന്ദകുമാർ സമ്മാനിച്ചു. വൈക്കം വിജയലക്ഷ്മിക്ക് പ്രശസ്തി പത്രം കൈമാറി. പ്രശസ്ത കർണാടക സംഗീതജ്ഞ വൈക്കം വിജയലക്ഷ്മിയെ, ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയെ ഏറെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഡോക്ടർ വൈക്കം ഏകമാപാദമധുരം അന്യതാലോചനാമൃതം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രൗഢഗംഭീരമായ സദസ്സിന് വന്ദനം. നമ്മുടെ അഡ്വക്കേറ്റ് BJPയുടെ വക്താവും എല്ലാമായ ആത്മീയ പ്രഭാഷകനും എല്ലാമായ ശ്രീ ശങ്കുട്ടി ദാസ് സാർ, നമ്മുടെ അഡ്വക്കേറ്റ് നന്ദേട്ടൻ, നന്ദകുമാർ സാർ, ബൽറാമേട്ടൻ, ഡോക്ടർ രാമകൃഷ്ണൻ ചേട്ടൻ, ശശികുമാർ സാർ, പ്രദീപേട്ടൻ, അശ്വതി, വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഈ നവരാത്രി ദിനത്തിൽ സരസ്വതി ദേവിയുടെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചത്. അത് ദേവിയുടെ അനുഗ്രഹം. തൃക്കണ്ടിയൂരപ്പനും ദേവിക്കും നന്ദി പറയുന്നു. എന്നെ ക്ഷണിച്ച തിരൂർ സനാതന ധർമ്മവേദിക്കും ശ്രീ ബൽറാമേട്ടനും
ശങ്കുട്ടിദാസ് സാറിനും എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ ദേവി ഭക്തജനങ്ങൾക്കും സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്ദിയും നവരാത്രി ആശംസകളും. സനാതന ധർമ്മവേദികൾ ഇനിയും സനാതന ധർമ്മങ്ങൾ ചെയ്യുവാൻ ഉള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു. അമ്പലക്കുളങ്ങര ദേവീക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ശശികുമാർ പൊന്നാട ചാർത്തി. ഒരു നല്ല കയ്യടി, നിങ്ങൾ നൽകുന്ന കയ്യടിയാണ് ഡോക്ടർ വിജയലക്ഷ്മിക്കുള്ള ഏറ്റവും വലിയ സ്നേഹാദരമെന്ന് ഒരിക്കൽ കൂടി വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി 10,000 രൂപയുടെ ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി പ്രശസ്ത പീഡിയാട്രീഷ്യൻ ഡോക്ടർ രാമകൃഷ്ണൻ സാറിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുകയാണ്. പുരസ്കാര തുക ഏറ്റുവാങ്ങുന്നു ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി. ചടങ്ങിൽ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് അധ്യക്ഷനായി. വൈക്കം വിജയലക്ഷ്മി ഭദ്രദീപം തെളിയിച്ചു. ദേവനാരായണൻ മാക്കൂത്ത് പ്രാർത്ഥന നടത്തി. ഡോക്ടർ രാമകൃഷ്ണൻ കെ പി, പ്രദീപ് കുമാർ, അശ്വതി രാജ്, കെ തുളസി, കൃഷ്ണ ദിനേശ് എന്നിവർ സംസാരിച്ചു. തിരൂർ തുഞ്ചംപറമ്പിലെ വിദ്യാരംഭം ദിനാഘോഷത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച പുലർച്ചെ മുതൽ തിരൂർ നഗരത്തിൽ വാഹന ഗതാഗതത്തിന് നിയന്ത്രണമുണ്ടായിരിക്കുന്നതാണെന്ന് തിരൂർ പോലീസ് അറിയിച്ചു. തിരൂർ BP അങ്ങാടി ചമ്രോട്ടം ഭാഗങ്ങളിലായിരിക്കും പുലർച്ചെ 2 മണി മുതൽ 12 മണി വരെ നിയന്ത്രണം ഏർപ്പെടുത്തുക. ഹെവി വാഹനങ്ങൾ, മറ്റ് ദീർഘദൂര വാഹനങ്ങൾ ഹൈവേ വഴി തൃശൂർ ഭാഗങ്ങളിൽ നിന്നുള്ളവ, കുറ്റിപ്പുറം വളാഞ്ചേരി വഴിയും കോഴിക്കോട് ഭാഗത്തു നിന്നുള്ളവ ചേളാരി കക്കാട് വഴി, തൃശൂർ ഭാഗങ്ങളിൽ നിന്നുള്ളവ കുറ്റിപ്പുറം വളാഞ്ചേരി വഴിയും കോഴിക്കോട് ഭാഗത്തു നിന്നുള്ളവ ചേളാരി കക്കാട് വഴിയും പോകേണ്ടതാണെന്ന് പോലീസ് അറിയിച്ചു. നിർദ്ദിഷ്ട പാർക്കിംഗ് ഏരിയകളിൽ അല്ലാതെ റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. വെട്ടം ന്യൂസ്, തിരൂർ. സംസ്ഥാന സീനിയർ ഫുട്ബോൾ ടൂർണമെന്റിൽ അണ്ടർ 19 വിഭാഗം മലപ്പുറം ജില്ലയ്ക്കായി മത്സരിച്ച് സ്വർണം നേടിയ നിറമരുത്തൂർ പഞ്ചായത്തിലെ പുതിയ കടപ്പുറത്തിന്റെ അഭിമാന താരം KP മുഹമ്മദ് ഷിനാസിനെ അനുമോദിച്ചു. സ്നേഹോപഹാരം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിറമരുത്തൂർ ഡിവിഷൻ മെമ്പർ VKM ഷാഫി കൈമാറി. ശിഹാബ് തങ്ങൾ കാരുണ്യഹസ്തം നൽകുന്ന അനുമോദന ചടങ്ങിൽ സ്നേഹോപഹാരം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിറമരുത്തൂർ ഡിവിഷൻ മെമ്പർ VKM ഷാഫി കൈമാറി. ചടങ്ങിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ട്രഷറർ KP കോയമോൻ, മുസ്ലിം ലീഗ് സെക്രട്ടറി CP സിദ്ദീഖ്, ശിഹാബ് തങ്ങൾ കാരുണ്യ സീനിയർ മെമ്പർ MP ആലിക്കുട്ടി, സെക്രട്ടറി നവാസ് K, വാർഡ് മെമ്പർ CP സഹദുള്ള സാദിഖ്, MK ഇസ്മായിൽ, CPK റിയാസ്, KP അഫ്സൽ, KP ഹാരിസ്, KP റിയാസ്, MP സംവാദ് KP എന്നിവർ പങ്കെടുത്തു. വെട്ട ന്യൂസ്, താനൂർ. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ ശീലുകൾ അരങ്ങുണർന്ന തുഞ്ചന്റെ മണ്ണിൽ പുതുതലമുറയ്ക്ക് നവ്യാവേശം. ആക്ഷേപഹാസ്യത്തിലൂടെ കുരുന്നു മനസ്സുകളിൽ ശുചിത്വബോധം എത്തിക്കുക എന്ന വേറിട്ട ആശയവുമായി തിരൂർ പോരൂർ ALP സ്കൂളിൽ അവതരിപ്പിക്കപ്പെട്ട ഓട്ടംതുള്ളലാണ് വിദ്യാർത്ഥികൾക്ക് പുതുപാഠമായത്. ശുചിത്വോത്സവ് 2025 കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വച്ഛത ഹി സേവ പരിപാടിയുടെ ഭാഗമായാണ് സ്കൂളിൽ ശുചിത്വചരിതം എന്ന പേരിൽ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചത്. തനത് കലാരൂപങ്ങൾ പുതുതലമുറയ്ക്ക് അനുഭവഭേദ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വേദിയൊരുക്കിയ തുള്ളൽ അവതരണത്തിന് പ്രശസ്ത തുള്ളൽ കലാകാരൻ ലക്കിടി കിള്ളിക്കുരിശുമംഗലം കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിലെ കലാകാരനും തുള്ളൽ കഥയിലെ പ്രഥമ പുരസ്കാരമായ മലബാർ രാമൻ നായർ പുരസ്കാര ജേതാവുമായ രാജേഷും സംഘവും നേതൃത്വം നൽകി. വാർഡ് കൌൺസിലർ ഉദ്ഘാടനം, അനിത കല്ലേരി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് A മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. തിരൂർ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ബാബു ചടങ്ങിൽ മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക V ഹർഷ സ്വാഗതവും SRG കൺവീനർ ലക്ഷ്മി ദേവി നന്ദിയും പറഞ്ഞു. ശുചിത്വ മിഷൻ YP അക്ഷയ്, PTA വൈസ് പ്രസിഡന്റ് ഖമറുദ്ദീൻ, MPTA പ്രസിഡന്റ് ഷംസിയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.
വെട്ട ന്യൂസ് തിരൂർ. മംഗലം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ വാർഷികാഘോഷം ഉജ്ജ്വലം ചേന്നര VVUP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ വിജിത ശശി അധ്യക്ഷത വഹിച്ചു. മംഗലം പഞ്ചായത്ത് കുടുംബശ്രീ വാർഷികം ഉജ്ജ്വലം ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ DCS ചെയർപേഴ്സൺ വിജിത ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണവും കുടുംബശ്രീക്ക് ലഭിച്ച ISO സർട്ടിഫിക്കറ്റ് കൈമാറുകയും ചെയ്തു. മെമ്പർ സെക്രട്ടറി S അനീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനപ്രതിനിധികളായ ഇബ്രാഹിം ചന്ദ്ര, KT റാഫി, നിഷ രാജീവ്, AV നൂർജഹാൻ, സബ്ന സമീർ, സുബൈദ സഹീർ എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിന് ഹാജറ സ്വാഗതവും സിന്ധു നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ മുൻ CDS ചെയർപേഴ്സൺമാരെ ആദരിച്ചു. കലാപരിപാടികളും വൈകിട്ട് സമ്മാനദാനവും നടന്നു. വെട്ട ന്യൂസ് മംഗലം. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.